ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് എല്ലാവരും കൂട്ടം കൂടി പോണത് എവിടുക്കാന്നല്ലേ? ഒരു ബ്രൈഡൽ സ്റ്റുഡിയോക്കാണ് കേട്ടോ. നമ്മൾ ഫാമിലിയിൽ ഒരു നിക്കാഹുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബ്ലഷ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടില്ല ഒരു റെൻ്റൽ സ്റ്റുഡിയോയിലാണ് നമ്മൾ പോയത് കേട്ടോ. ഇതിവിടെ ഉണ്ട് എന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും ഇതുവരെ കയറി നോക്കിയിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും റെൻറ്റിനാണല്ലോ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അതാകുമ്പോൾ ഒരു ദിവസത്തിന് വെറുതെ അത്രയും പൈസ കൊടുത്ത് ഡ്രസ്സ് വാങ്ങണ്ട, പിന്നെ അത് നമ്മൾ ഇടൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ റെൻറ്റിന് ഡ്രസ്സ് എടുക്കാനാണ് ഇപ്പോൾ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. ഇവിടെ തന്നെ ഓർണമെൻറ്റ്സും ഡ്രസ്സും എല്ലാം ഉണ്ട്. പിന്നെ മേക്കപ്പ് വേണമെങ്കിൽ ഇവർ വന്ന് ചെയ്ത് തരും കേട്ടോ. എല്ലാം കൂടി സെറ്റ് ചെയ്ത് അങ്ങനെ തരും. അപ്പോൾ നമ്മളിവിടെ കയറി എല്ലാം ഒന്ന് നോക്കി. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാം ഉണ്ട്. എല്ലാം നമുക്ക് വേറെ ഇത് നോക്കിയിട്ട് എല്ലാം മാച്ചാണോ നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി. അപ്പോൾ അതുപോലെ നമ്മൾ എടുക്കുമ്പോൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ കൊടുക്കുക. പിന്നെ നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ബാക്കി പൈസയും കൂടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ നമ്മളിങ്ങനെ നോക്കി ഒരു വൈറ്റ് ഡ്രസ്സ് നമ്മൾ ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് നോക്കിയിട്ടോ. പിന്നെ അതിന് കയ്യിന് കുറച്ച് ഇറക്കം കുറവാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ഇതേപോലെ റോസ് ഗോൾഡിൻ്റെ സിമ്പിളായിട്ടുള്ള മാല, വള, ബ്രേസ്ലെറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയിട്ടോ. പിന്നെ ഇതാ ഈ മുകളിൽ കാണുന്ന ചോളികളൊക്കെ 2000 മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. 2000 അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. ഒരു ദിവസത്തിന് അത്ര ഒരു ഡ്രസ്സിന് ഇട്ടിട്ട് തിരിച്ചു കൊടുക്കാനല്ലേ. അപ്പോൾ ആ റേറ്റിലുള്ള ചോളികളാണ് കേട്ടോ മുകളിൽ കണ്ടതൊക്കെ. പിന്നെ താഴെയുള്ളതൊക്കെ റേറ്റ് കൂടുതൽ, അങ്ങനെ നല്ല റേറ്റ് ഉള്ള ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് നോക്കുമ്പോൾ നല്ല റേറ്റ് വരണം. ഇതാണ് നമ്മൾ ബ്രൈഡ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നെടുക്കുമ്പോൾ ഒരാൾക്ക് ഇഷ്ടമാവും, മറ്റേയാൾക്ക് ഇഷ്ടാവില്ല. അങ്ങനെ സെലക്ട് ചെയ്ത് കുറേ സമയമായിട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ എല്ലാവരും ഇതുപോലെ ഡ്രസ്സ് എല്ലാവരും വെച്ച് നോക്കണം, ഓർണമെൻറ്റ്സ് വെച്ച് നോക്കണം. പെണ്ണുങ്ങളല്ലേ, ഇതാണ് പരിപാടി. അപ്പോൾ നമ്മളൊരു മെഹന്തി ഗ്രീൻ ഡ്രസ്സ് സെലക്ട് ചെയ്തു കേട്ടോ. ഇത് ബ്രൈഡിനും ഇഷ്ടമായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇന്ന് നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ നെക്കിനനുസരിച്ചുള്ള മാലയും അങ്ങനെ എല്ലാം നമുക്ക് സെറ്റാക്കി അവർ കാണിച്ചു തന്നു കേട്ടോ. മാല, വള, അതുപോലെ കമ്മൽ എല്ലാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ മാലയും ആ ഒരു ഡ്രസ്സൊക്കെ ആയിട്ട്. പക്ഷേ അതിന് റേറ്റ് ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റാണ് കേട്ടോ. 4000 രൂപയാണ് പറഞ്ഞത്. ഒരു ദിവസത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തിരിച്ചു കൊടുക്കാൻ 4000 രൂപ എന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ചൊരു റേറ്റ് കൂടുതലായിട്ട് തോന്നി. പിന്നെ ഓർണമെൻറ്റ്സും അതുപോലെ മേക്കപ്പ് എല്ലാം ചെയ്ത് വരുമ്പോൾ നല്ലൊരു സംഖ്യ തന്നെ ആവും കേട്ടോ. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ നമ്മൾ അടുത്ത റെൻ്റ് സ്റ്റുഡിയോക്ക് എത്തിയിട്ടോ. ഇവിടെയും കൂടി ഒന്ന് നോക്കിയിട്ട് ലാസ്റ്റ് സെലക്ട് ചെയ്യാമെന്നുള്ളൊരു അഭിപ്രായത്തിലെത്തി. അപ്പോൾ ഐസൽ എന്ന് പറഞ്ഞിട്ട് വണ്ടൂർ തന്നെയുള്ള പാണ്ടിക്കാട് റോഡിലുള്ള ഈ സ്റ്റുഡിയോയിലും കൂടി നമ്മളൊന്ന് വന്നിട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവിടുത്തെ അത്ര ഓർണമെൻറ്റ്സും ഡ്രസ്സൊന്നും ഇല്ലെങ്കിലും ഉള്ളത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ ഡ്രസ്സ് അവിടുത്തെ പോലെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ഡ്രസ്സുകൾ നല്ലൊരു ഫ്രഷ് ആയിട്ട് തോന്നിട്ടോ. അവിടുത്തത് കുറച്ച് റേറ്റ് കൂടുമ്പോഴാണ് നല്ല ഭംഗി തോന്നുന്നത്. ഇവിടെ റേറ്റ് കുറവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തോന്നി. ചില ഡ്രസ്സുകളൊന്നും തയ്ച്ചിട്ട് പോലും ഇല്ല കേട്ടോ. ഇവിടെ നമ്മളനുസരിച്ച് തയ്ച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം നമ്മളിങ്ങനെ വേറെ ഇത് നോക്കി. അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ഉറപ്പിച്ചത്. ഇതിലുറപ്പിച്ചു ഈ ചോളി അതുപോലെ ഈ ഓർണമെൻറ്റ്സൊക്കെ നമ്മളെടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബ്രൈഡിൻ്റെ നിക്കാഹിൻ്റെ ഔട്ട്ലുക്ക്. എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ റെൻറ്റിന് ഡ്രസ്സൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.